വർഷത്തെ ദൈവത്തിന് വേണ്ടി നിന്ന കുടുംബമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കുറെ ആയുസ് എന്റെ ദൈവം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഒന്നും ഭവിക്കത്തില്ല. ഡോക്ടർ വിജയരാഘവൻ പറഞ്ഞു, നീ അദ്ദേഹം ചിരിച്ചു. ഇങ്ങനൊന്നും അല്ല, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞു മിണ്ടായിരിക്കാൻ. ഞാൻ പറഞ്ഞത്, ഡോക്ടറെ എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കുകയില്ല. അതുകൊണ്ട് വീണ്ടും ചെക്കപ്പിന് പോയി. ഡോക്ടറെ എനിക്കൊരു വിസ വന്നിട്ടുണ്ട്, അമേരിക്കയ്ക്ക് ഒന്ന് പോകണം. പിന്നെ ഇങ്ങോട്ട് വന്നേക്കണ്ട അദ്ദേഹം പറഞ്ഞു. നീ അമേരിക്കയിൽ പോകണ്ട, എങ്ങും പോകണ്ട. സ്തോത്രം. നിനക്കതിനുള്ള നിലവാരമൊന്നുമില്ല. ഫ്ലൈറ്റ് പോകുന്നതിന് നീ പോകും വേണ്ടോട്ടെ. ഡോക്ടർ പറഞ്ഞു, ഞാൻ മേലോട്ട് കയറണമെങ്കിൽ എന്റെ ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. സ്തോത്രം. ഞാൻ വളരെ ചാട്ടത്തോടെ അവിടെ സംസാരിക്കുവാൻ അദ്ദേഹം വളരെ തറഞ്ഞിരി മിണ്ടരുത് അവിടെ കിടക്കായിരുന്നു. സ്തോത്രം. 7 ദിവസം ഐസിയിൽ കടന്നു. നേഴ്സുമാരോടൊക്കെ ഞാൻ എന്റെ ആശയങ്ങൾ, സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ പങ്കിടുവാനും അവരൊക്കെ എന്നെ വളരെ തറഞ്ഞിരി മിണ്ടരുത് അടങ്ങി കിടന്നോണം. ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ എന്റെ ഹാർട്ടിന് വീക്കായി എനിക്ക് പ്രയാസമുണ്ട് അറിയാം. എങ്കിലും ഈ ശരീരത്തെ നിർമ്മിച്ചവൻ, ആന്തരികങ്ങളെ മെനഞ്ഞവൻ, എന്നെ ഒഴിവാക്കിയവൻ, അവൻ പറയാതെ ദൈവം അനുവദിക്കാതെ പ്രിയമുള്ളവരെ ഒന്നും സംഭവിക്കുകയില്ല. സ്തോത്രം പറയട്ടെ. സുഖമായി ഈ അമേരിക്കയിൽ എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ കൃപ സമയത്ത് എന്റെ മേൽ പകരുവാനിടയായത് മാത്രമല്ല, ഈ അമേരിക്ക വന്ന് ജൂൺ 1-ാം തീയതി ഇവിടെ എത്തിയത് അന്ന് മുതൽ വിവിധ ദിവസങ്ങളിലൊക്കെ ന്യൂയോർക്ക് വിവിധ ഇടങ്ങളിൽ പോയി കർത്താവിന് സാക്ഷിയാകുവാൻ എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തിയ ആ കൃപ എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ശബ്ദമെടുക്കരുതെന്ന് ശാസ്ത്രവിധിയിൽ എന്റെ ദൈവം പറഞ്ഞു, നീ അടങ്ങിയിരിക്കേണ്ടതുമല്ല. നിന്നെ കൂടെ എനിക്ക് ഇനിയും ശുശ്രൂഷ വിട്ടു. ഞങ്ങളുടെ ചർച്ചിന്റെ ആയിരിക്കുകയാണ്. സ്തോത്രം. 1.5 വർഷം വിശ്രമത്തിലായിരുന്നു എങ്കിലും എന്റെ ദൈവത്തിന്റെ കൃപ എന്നെ മേൽ വ്യാപരിച്ചത് കൊണ്ട്, അവൻ എന്നെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രികാലം നിങ്ങളുടെ നടുവിൽ ശക്തമായിരിക്കാൻ, ശക്തമായി സംസാരിക്കാൻ എന്നെ ബലപ്പെടുത്തിയത് എന്റെ ദൈവമാണ്. സ്തോത്രം. എന്ത് വർഷമാട്ടെ എന്റെ കിഡ്നി രണ്ടും പോയതാ. സ്തോത്രം. ഡാമേജായി പോയതാ. അനുഭവമൊക്കെ പറയാനുണ്ട്. സ്തോത്രം. എന്നാൽ ഇത് സമയമില്ലല്ലോ. ഈ ദൈവം വിടിവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. പറയാ ഞാൻ 3 ദിവസം ഉപവസിക്കും. നല്ലോണം പറയാം, എന്റെ ദൈവത്തോട് അടുത്തിരുന്ന ജീവന്റെ വാചാരം തന്റെ ഭക്തന്മാരുടെ പകർന്ന് ജീവിപ്പിക്കുന്ന ദൈവമാണെങ്കിൽ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. സ്തോത്രം. അവർ ദൈവത്തോട് യാതൊരു കഴിച്ച് ബലപ്പെട്ടു നിന്ന് എസ്തറിന് വേണ്ടി രാജാവ് നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ മുമ്പിൽ ചെല്ലുമെന്ന് ആ ധൈര്യത്തോടെ നല്ല പ്രതീക്ഷയോടെ നിൽക്കുന്നത്. യാതൊരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നത്. എന്താ ഈ കുടുംബത്തെ, ഈ വംശത്തെ നശിപ്പിച്ചു കളയുന്നത് വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്നതെങ്കിലും യാതൊരു പ്രതീക്ഷയില്ലെങ്കിലും ഇവർക്കറിയാം എന്റെ ദൈവത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സ്തോത്രം. നോക്കിയ ക്ഷണത്തിൽ രാജാവ് സഹായത്തിനുള്ള കൃപ കാണിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ദൈവോട് അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ അവർക്ക് വേണ്ടി ചെങ്കോൽ രാജാവ് നീട്ടപ്പെടുവാൻ തക്കവണ്ണം രാജാവിന്റെ ഉള്ളത്തിൽ ഇവളോട് കൃപ തോന്നിയത് കാരണമെന്താ? രാജാവിന്റെ കാര്യമോ അവന്റെ പിടിപ്പൊന്നുമല്ല. അവൾ ദൈവത്തിന് ഇരുന്ന് കൃപ പ്രാപിച്ചത് കൊണ്ട് അവളുടെ ദൈവം രാജാവിനെ കൊണ്ട് അവൾക്ക് അനുകൂലമായ ചെങ്കോ നീട്ടിയെങ്കിൽ ഏത് ഭരണകൂടോ, ഏത് രാജഭരണകൂടോ, ഏത് അധികാരികൾ ഏത് ചെങ്കോ നീട്ടിയില്ല എങ്കിലും നമ്മുടെ ദൈവം അനുകൂലമെങ്കിൽ
ദൈവത്തോട് അടുത്തിരുന്നാൽ അവൻ നമ്മോട് അടുത്ത് വരുന്നവനാ. നാം ദൈവത്തോട് അടുത്തിരുന്നാൽ അവൻ സഹായത്തിനുള്ള കൃപ അവൻ നമ്മുടെ മേൽ പകരുന്ന നല്ല കർത്താവാണെങ്കിൽ പ്രിയമുള്ളവരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കേ. നാട്ടു നടന്നുപോയി ഞാൻ അവയെ ശബ്ദം എടുക്കുന്നെങ്കിൽ അവൻ കുഴപ്പമില്ലാത്തവരിൽ നമ്മൾ എന്ത് ചെയ്യണം? അവൻ ശക്തമായ ദൈവത്തെ സ്തുതിക്കണം. അവരെ കാത്തിരുന്ന അവൻ 107 പേരടങ്ങുന്ന അവൻ സംഘത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവയെ ഇടിമുഴക്കം പോലെ അവയെ ശബ്ദം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവയെ വലിയ ജനം ഓടിക്കൂടിയെങ്കിൽ അവയെ സഭയെ അവയെ ആരാധന വെളിപ്പെടട്ടെ. ആരാധന ശാഖരി അവയെ ശക്തിയോടെ മുഴങ്ങട്ടെ. ജനം ഓടിക്കൂടട്ടെ. അവയെ ശക്തമായി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവയെ നോക്കിയ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 എന്ന അവയെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കർത്താവിനോട് ചേരുവാനിടയായി. പ്രാർത്ഥിച്ചു. ദൈവകൃപ അനുഭവിച്ച പ്രാപിച്ച ജനത്തിന്റെ ആരാധനയിൽ 3000 പേര് ആ സഭയോട് ചേർന്നെങ്കിൽ അങ്ങനെയുള്ള ദൈവസഭയെ നാം ശക്തമായ ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കണമെങ്കിൽ ആരാധനയുടെ അവയെ ധ്വനി മുഴങ്ങട്ടെ. ഹല്ലേലൂയ. പുതിയ ജീവിതങ്ങൾ അവയെ സ്തോത്രം ദൈവകൃപയിലേക്ക് അറിയിക്കപ്പെടട്ടെ. ദൈവാത്മാവിന്റെ പ്രവൃത്തി ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. പുതിയ ആത്മാക്കൾ ഈ സഭയിൽ കടന്നു വരട്ടെ. ആരാധന ശക്തി അവയെ പരിശുദ്ധാത്മാവിന്റെ അവയെ ശക്തമായ പ്രവാഹം അവയെ ഒഴുകട്ടെ. ദൈവത്തോടെ അടുത്തില്ലെങ്കിൽ അവൻ നമ്മെ വിടിവിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം അവയെ സഹായിച്ചുള്ള കൃപമായി ധൈര്യത്തോടെ നമ്മൾ കൃപാസ്വരത്തോടെ അടുത്തില്ല. ഈ അതിനാദ്യമായ കർത്താവ് നമ്മെ സഹായിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന ദൈവദാസത്തോടെ ദൈവം നമ്മെ കേൾപ്പിച്ചിരിക്കുക. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. നമുക്ക് വേണ്ടി കർത്താവ് പൊൻചെങ്കോൽ നീട്ടുവാൻ പോകുകയാണ്. ഏത് സർക്കാരും വരട്ടെ, പ്രൈസ് ഗോഡ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ വോട്ടെടുപ്പ് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ നടക്കാൻ പോകുന്ന അറിയത്തില്ല. നമുക്ക് നന്നായിട്ട് അറിയാം കർത്താവ് നമുക്ക് തത്സമയത്ത് കൃപ ലഭിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് ദൈവം നമ്മെ നടത്തും. ഏത് ക്ലൈമറ്റിലും ഏത് കാലാവസ്ഥയിലും ഏത് രാഷ്ട്രീയ പരിസ്ഥിതിയിലും പ്രൈസ് ഗോഡ് കർത്താവ് ഇന്ത്യ നമ്മെ നടത്തുന്നില്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ദൈവം നമ്മെ നടത്തും. കർത്താവിദാസൻ പാസ്റ്റർ സുനിൽ എബ്രഹാം ദൈവത്തിന് സൂക്ഷിക്കുന്ന പ്രാർത്ഥന